നിങ്ങളെ ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ അതിന് മറുപടി പറയാം. അതല്ലാതെ കണ്ട് വിശ്വാസമോ അവിശ്വാസമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. 2019 തെരഞ്ഞെടുപ്പിൽ പരിചയപ്പെട്ട ഒരാളെ അങ്ങനെ ആ ഒരു ബന്ധം മാത്രം നിലനിൽക്കുന്ന ഒരാളെ ഇങ്ങനെ സോണിയാഗാന്ധിയൊക്കെ കുട്ടി അങ്ങനെ കാണാൻ പോകുമോ? അല്ല, അത് ഞാനല്ലല്ലോ കൊണ്ടുപോയത്. അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ ജോലിയാണ്. എൻ്റെ ജോലിയല്ല അത്തരം കാര്യങ്ങൾ. ഇല്ലില്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇയാളുമായിട്ട് ചോദിച്ചില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമായി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഈ കാര്യങ്ങളൊക്കെ പിന്നെ വളരെ വ്യക്തതയോടുകൂടി അവിടെ എങ്ങനെയാണ് പോയത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ എന്നെ കൊണ്ട് കഴിയും. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ വിശ്വസിപ്പിച്ചത്? അല്ല, അയാളുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചില ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു പരിപാടി വെച്ചു. ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ല, അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല. അത് അടൂർ പ്രകാശിനെ കിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയും, അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല, വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. നിങ്ങളല്ലേലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. അല്ല, അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്.